ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ പ്രസവരക്ഷണയെ കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ബേബി ഇവിടെ തൊട്ടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. ആള് എണീക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. എന്താ പറയുക, നമ്മുടെ കോയമ്പ് എന്നൊക്കെ പറയില്ലേ, കോയമ്പ് തൈലം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇട്ടിട്ട് ഒഴിയാം. പഠിച്ചോട് ഇപ്പോൾ ഈ നിമിഷവും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ കിട്ടില്ല കേട്ടോ. നമ്മുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിവിടെ സെറ്റാണ്, ഹാപ്പിയാണ്, ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സമാധാനം കിട്ടും. അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ പ്രസവരക്ഷണയെ കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. കാരണം ആർക്കെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആയാലോ. ഇന്നിതാ നമ്മൾ ഇങ്ങനെ ലൈവായിട്ട് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച്. സാധാരണ നമ്മൾ എപ്പോഴും എന്താ പറയുക, ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് അങ്ങനെയൊക്കെ ചെയ്യലാണല്ലോ പതിവ്. അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഡെലിവറി കഴിഞ്ഞു, അൽഹംദുലില്ലാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബേബിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളും ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പോൾ ഇവിടെ പ്രസവരക്ഷയിലാണ് ഉള്ളത്. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ ടൈം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്നേക്ക് 25 ഡേയ്സ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏപ്രിൽ 1-ാം തീയതിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് മൊത്തത്തിൽ ഒരു 30 ദിവസത്തെ പാക്കേജാണ് വരുന്നത്. അപ്പോൾ 30 ദിവസത്തെ പാക്കേജ് ആകുമ്പോൾ ഇത് കറക്റ്റ് നമുക്ക് 30-ാം തീയതി പോകാനാവും. ഇവിടുത്തെ പാക്കേജ് വന്നിട്ട് 14 ദിവസത്തിൻ്റെതുണ്ട്, 21 ദിവസമുണ്ട്, പിന്നെ 30 ദിവസമുണ്ട്, 40 ദിവസമുണ്ട്. അങ്ങനെയൊക്കെയാണ് പാക്കേജ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് 30 ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് സംഭവമാണെങ്കിലും നമ്മളെല്ലാതും ഇങ്ങനെ സെലക്ട് ചെയ്ത് അതിലൊക്കെ ഒരു ബെസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നത്തില്ലേ, അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇവിടെ ആയുർ സൂതിക എന്നുള്ളത്. എന്തായാലും അൽഹംദുലില്ലാ അടിപൊളിയാണ്. നമ്മൾ ചൂസ് ചെയ്തത് 100% സൂപ്പർ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ബേബി ഇവിടെ തൊട്ടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. ആള് എണീക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത്. ട്രീറ്റ്മെൻറ്റ് മുഖ്യം, ഫുഡും മുഖ്യം, എല്ലാം മുഖ്യമാണല്ലേ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 25 ഡേയ്സ് ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ എനിക്കിപ്പോൾ നിലവിൽ എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എലക്കിഴിയാണ്. അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയായിരിക്കും. ഫസ്റ്റത്തെ 1 വീക്ക് നമുക്ക് എന്താ പറയുക, ഫസ്റ്റത്തെ കുറച്ച് ദിവസം 1 വീക്ക് കറക്റ്റ് 1 വീക്ക് തന്നെ അങ്ങനെ തന്നെയാണ് തോന്നുന്നു. വേദ്കുളി ആയിട്ടാണ് പോകുക കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ഹെഡ് മസാജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഹെഡ് മസാജ്. അതായത് നമ്മൾ നേരം വിളക്കോളം ഉറക്കം വെച്ചിരിക്കല്ലേ. ഇവിടെ ചെക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പകൽ മുഴുവൻ കിടന്നുറങ്ങും, രാത്രി ഉറങ്ങത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അവൻ്റെ കൂടെ ഇരിക്കണമല്ലോ. അപ്പോൾ ഈ നേരം വിളക്കോളം ഉറക്കം വെച്ചിരിക്കണോണ്ട് തന്നെ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഹെഡ് മസാജ് കേട്ടോ. അപ്പോൾ ആദ്യം ഹെഡ് മസാജ് ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം ഫേസ് മസാജ്, പിന്നെ നമ്മൾ വേദ്കുളിയാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ കോയമ്പ് എന്നൊക്കെ പറയില്ലേ, കോയമ്പ് തൈലം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇട്ടിട്ട് ഒഴിയുക, അങ്ങനത്തെ സംഭവം കേട്ടോ. പിന്നെ ഫുഡ് മസാജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു ഫസ്റ്റത്തെ വീക്കിൽ. പിന്നെ രണ്ടാമത്തെ വീക്കിലാണ് നമുക്ക് വേദ്കിഴി വരുന്നത്. വേദ്കിഴിയും അടിപൊളിയാണ്, സെറ്റാണ്. പിന്നെ മഞ്ഞൾ തേപ്പ് വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞൾ തേപ്പ് കുറച്ച് ദിവസം പോകുന്നുണ്ട്. നമ്മുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതാ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഹെഡ് മസാജിലാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നേരെ ഫേസ് മസാജിലോട്ട് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഫേസ് പാക്കും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ട് തരാനും അതേപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള കുറച്ച് തെറാപ്പിസ്റ്റുകളും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്കിഴിയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഔഷധപരമായിട്ടുള്ള ഇലകളൊക്കെ വെച്ചിട്ടുള്ള കിഴി. നമ്മുടെ ബോഡി പെയിനൊക്കെ അയ്യോ അതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വെരിക്കോസ് വെയിന്, അതേപോലെ തന്നെ പണ്ട് തൊട്ടേ ഉള്ള ബാക്ക് പെയിന്. എനിക്കൊക്കെ പണ്ട് തൊട്ടേ ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് അതിന് കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയത്. അത്രയും നന്നായിട്ട് കെയർ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കിഴിയുടെ കാര്യം, ഇലക്കിഴിയുടെ കാര്യം. ഇപ്പോൾ ഇലക്കിഴി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ തൊട്ട്, അതായത് ഞാൻ 25-ാണ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ 26 മുതൽക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നവരത്തേപ്പാണ് കേട്ടോ. നവരത്തേപ്പാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ബേബിയുടെ കാര്യം പറയാം, ബേബിയുടെ കാര്യങ്ങളായാലും അടിപൊളിയാണ്. അവൻ്റെയും തന്നെ എണ്ണ തേക്കലായാലും കുളിപ്പിക്കലായാലും എല്ലാം സൂപ്പറാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് നമുക്കുള്ള ഈ മുടി എന്താ പറയുക, മുടി പുകയ്ക്കൂലേ, അതിനൊരു പേരുണ്ട്, എന്താ
എന്തോ ഒന്നുണ്ട് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ പുകയ്ക്കാൻ അവർ വരും. നമ്മൾ ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ, നമ്മുടെ പഴയ ഫിലിമിനകത്തൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. മുടിയൊക്കെ ഇങ്ങനെ പുകച്ച് കുന്തിരിക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുടിയൊക്കെ പുകച്ച് ഇങ്ങനെ സെറ്റാക്കി തരും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ എന്താ പറയുക, കഞ്ചാവൊക്കെ വലിക്കും പോലെ മൂക്കിനകത്തോട്ട് വലിയ എന്തോ ഒരു ധൂമപാനെന്നോ അങ്ങനെ എന്തൊക്കെയോന്നാണ് അവർ പറയാട്ടോ. കേശധൂപൻ എന്നാണ് ഈ ഒരു സംഭവത്തിന് പറയുന്നത്. മുടിക്കായ ഇല്ലാണ്ടാക്കാനൊക്കെ ഇത് ബെസ്റ്റാണ്. അതേപോലെ തന്നെ ഈ മൂക്ക് കൂടെ വലിച്ചു കയറ്റുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതിന് ധൂമപാനം എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് മൊത്തത്തിലൊരു ആയുർവേദിക് ഹോസ്പിറ്റലാണ്. അപ്പോൾ അറിയാലോ, അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അവരുടേതായിട്ടുള്ള കുറച്ച് പേരും നാളൊക്കെ അവർക്കുണ്ട്. അവരതൊക്കെയാണ് പറയുന്നത്. പക്ഷെ എത്ര കേട്ടാലും നമ്മളതൊന്നും പഠിക്കത്തില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം, ഒരു സിഗരറ്റ് പോലൊക്കെ ഒരു സാധനം, അത് നമുക്കിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ പുകച്ചു തരും. നമ്മളതിങ്ങനെ എന്നിട്ട് എടുക്കുന്നു, എന്നിട്ട് പുറത്തോട്ട് വിടും. അതൊക്കെ ജലദോഷമൊക്കെ പിടിക്കാണ്ടിരിക്കാനാണ്. മൊത്തത്തിൽ നമ്മുടെ ബോഡിക്ക് അത്രയും കെയറിങ് ആവശ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലോട്ട് പോകാം. ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുഡ്. നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഇത്രയും 25 days ആയിട്ട് വെറൈറ്റി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കറക്റ്റ് ഒരു ടൈം ടേബിൾ പ്രകാരമാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു പോകുന്നത്. ഒരു മിനിറ്റ്. അപ്പോൾ അതാ നമ്മുടെ സ്വത്തുമണി നീച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചങ്ങായിനെ പാലൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. വലിയ ഡിസ്റ്റർബൊന്നും ഉണ്ടാക്കത്തില്ല, അങ്ങനെ വലിയ ഡിസ്റ്റർബൊന്നുള്ള ആളല്ല. ആള് ഇപ്പോഴൊക്കെ പാവമാണ്, ഇനി അങ്ങോട്ട് എന്താവുമെന്ന് അറിയില്ല. എന്തായാലും അൽഹംദുലില്ലാ അടിപൊളിയാണ്. കിട്ടിയതിൽ പഠിച്ചവരോട് ഇപ്പോഴും നന്ദി, ഈ നിമിഷവും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ കുഞ്ഞാപ്പിനെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ ഫുഡിൻ്റെ കാര്യം അല്ലേ. ഇത് വന്നിട്ട് ഒരു ടൈം ടേബിൾ പ്രകാരമാണ് ഇവിടെ ഫോളോ ചെയ്ത് പോകുന്നത് കേട്ടോ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസവും ഡിഫറെൻറ്റ് ഫുഡായിരിക്കും ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ പല വിധത്തിലുള്ള ഫുഡുകൾ ഇങ്ങനെ പല നേരങ്ങളിലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച വന്നിട്ട് ഇങ്ങനെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ ആയിട്ടൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമുക്കിങ്ങനെ പറയുമ്പോഴൊന്നും അറിയത്തില്ല. ഫസ്റ്റത്തെ 3 ദിവസം ഉണ്ടല്ലോ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, ഈ 3 ദിവസം മീൻകറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, ഫിഷ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസം ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ചിക്കൻ, ബീഫ് ഇതൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഗൈസ്, ഇന്ന് ഫ്രൈഡേ ആണ്. നമ്മൾ വെയിറ്റിംഗ് ആണ്, നമ്മുടെ തേങ്ങാച്ചോറും ബീഫിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതുണ്ടാവും ഫുഡ് കഴിക്കാനാണ് ഇങ്ങോട്ട് പോകുന്നത്. അതെ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നെയാണ് പോകുന്നത്. ചില ആൾക്കാരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ബാക്കിയുള്ള 10 മണിയാകുമ്പോഴേക്ക് നമുക്ക് 9 നേരം വെച്ചിട്ടാണ് നമുക്ക് ഫുഡ് തരുന്നത്. അതായത് പ്രസവിച്ച് കിടക്കണ ആ ഒരു ലേഡിക്ക്, പെണ്ണിന് 9 നേരം, കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിന് ഒരു 3 നേരത്തെ ഫുഡാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടൈം എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, രാവിലെ കറക്റ്റ് ഒരു 6 മണിയാകുമ്പോഴേക്ക് നമുക്കുള്ള പാല്, കാടമുട്ട, അതേപോലെ തന്നെ പഴം പുഴുങ്ങിയത് അതൊക്കെ എത്തും രാവിലെ 6 മണിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് 8:30 മണിയാവും. അപ്പോൾ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയും. കറക്റ്റ് ആ ഒരു പാലും പഴവും ഒക്കെ കഴിച്ചതിന് ശേഷം തന്നെ നമ്മൾ താഴെയാണ് നമ്മുടെ തേപ്പ് കാര്യങ്ങൾ ഒക്കെ വരുന്നത്. അതായത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് താഴെ ഭാഗത്താണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഏകദേശം ഒരു 8:30 ആകുമ്പോഴേക്ക് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ബൈസ്റ്റാൻഡേഴ്സിന് 3 നേരത്തെ ഫുഡ് അവർ തരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പല വിധത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. നൂൽപുട്ട്, ചെറുപയർ കറി, പുട്ട്, കടലക്കറി, അതേപോലെ തന്നെ വെള്ളപ്പം, പൊട്ടാറ്റോ കറി, അങ്ങനെയൊക്കെ പല വിധം. ചില ദിവസം പത്തിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാകും. പിന്നെ ദോശ, സാമ്പാർ, അങ്ങനെ വെറൈറ്റി ആയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാവുക കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മണിയാകുമ്പോഴേക്ക് എന്താ പറയുക, എനിക്കുള്ള സംഭവങ്ങൾ എത്തും. അതായത് പാൽക്കഞ്ഞി ഉണ്ടാകും, പിന്നെ നമ്മുടെ ഉലുവാക്കഞ്ഞി ഉണ്ടാകും, ഉള്ളിച്ചോറ് ഉണ്ടാകും, കുരുമുളക് ചോറ് ഉണ്ടാകും, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ 10 മണിക്ക് വരെ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 12 മണിയാകുമ്പോൾ നമുക്കുള്ള ജ്യൂസ് വരും. ജ്യൂസ് വന്നിട്ട് പല വിധത്തിലുള്ള ജ്യൂസ് ഉണ്ടാകും. ക്യാരറ്റ് ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ്, പിന്നെ മാംഗോ ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, അങ്ങനെയൊക്കെ ജ്യൂസുകളൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് 12 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ 1:30 മണിയാകുമ്പോഴേക്ക് നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ലഞ്ച് ഇവിടെ എത്തും കേട്ടോ. ലഞ്ചിന് ഞാൻ പറഞ്ഞല്ലോ, പല ദിവസം പല പോലെയാണ്. ചോറ്, അതേപോലെ തന്നെ ഫിഷ് കറി ആണെന്നുണ്ടെങ്കിൽ ഫിഷ് കറി, പിന്നെ അതിലേക്ക് ഒരു ഉപ്പേരി ഉണ്ടാവും, പപ്പടം ഉണ്ടാകും. പിന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ സാമ്പാർ, അങ്ങനത്തെ, അതേപോലെ തന്നെ മത്തൻ കറി ഉണ്ടാകും, തോരൻ ഉണ്ടാകും, അങ്ങനെയൊക്കെ ഫിഷ് ആണെന്നുണ്ടെങ്കിൽ. ഇനി വ്യാഴാഴ്ചത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലഞ്ചിന് നെയ്ച്ചോറ്, ചിക്കൻ കറിയൊക്കെ കിട്ടും. പിന്നെ രാത്രി പിന്നെ അതിനനുസരിച്ച് മത്തൻ കറി, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി, ചമ്മന്തി, പപ്പടം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരു നേരമാണ് അവർ നോൺ വെജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ദിവസം ഒരു നേരം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഫ്രൈഡേ, എല്ലാ ഫ്രൈഡേയും തേങ്ങാച്ചോറും ബീഫും സെറ്റാണ്, എല്ലാ ഫ്രൈഡേയും. പിന്നെ അതേപോലെ തന്നെ എല്ലാ സൺഡേ നമുക്ക് ലഞ്ചിന് ബിരിയാണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയാണ് ഇവിടെ. അങ്ങനെ 1:30 മണിയാകുമ്പോഴാണ് നമ്മുടെ ലഞ്ച് എത്തുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ന് പറയുന്നത്
ഒരു 3 മണിയാകുമ്പോൾ നവധാന്യ കുറുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കുറുക്കും കൊടുന്നു തരും കേട്ടോ. അത് ഭയങ്കര ഹെൽത്തിയാണ് നവധാന്യ കുറുക്ക്, അറിയാലോ. അതിന് ശേഷം 4:30 ആകുമ്പോൾ നമ്മുടെ ചായയൊക്കെ കൊണ്ടുതരും, ചായയും കടിയും കൊണ്ടുതരും. പല സംഭവങ്ങളുണ്ടാവും. റാഗി ഉണ്ടാവും ചില ദിവസം ഉലുവ കൊണ്ട ഉണ്ടാകും, അതേപോലെ തന്നെ ഇലയട, ഏലാഞ്ചി, അങ്ങനെയൊക്കെയാണ് വൈകുന്നേരത്തെ കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 7:30 മണിയാകുമ്പോഴേക്ക് നമ്മുടെ ഡിന്നർ എത്തും. ഡിന്നറിനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഉച്ചക്ക് നോൺ വെജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ രാത്രി നോൺ വെജ് കാണത്തില്ല. ഇനി ഉച്ചക്ക് നോൺ വെജ് ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി നോൺ വെജ് കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. എന്തായാലും സെറ്റാണ്, അടിപൊളിയാണ്. നോൺ വെജിന് ഇല്ലെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. കാരണം അതിനനുസരിച്ചുള്ള ഉപ്പേരി, തോരന്, അതേപോലെ തന്നെ എന്താ പറയുക, പപ്പടം, ചമ്മന്തി, അതൊക്കെ അവർ സെറ്റാക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് കഴിക്കും, വയറ് നിറച്ച് കഴിക്കാനുള്ള സാധനം അവർ സെറ്റാക്കി തരും കേട്ടോ. നമുക്കൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ തരുന്നത്. നമ്മളിവിടെ വന്നിട്ട് ഞാൻ, അനിയത്തി, ഉപ്പച്ചി, കുട്ടികൾ, നമ്മളെല്ലാവരും കൂടെ നിൽക്കണതല്ലേ. പിന്നെ അപ്പോൾ 7:30 മണിയുടെ ഡിന്നറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് 9 മണിയാകുമ്പോൾ നമുക്കുള്ള പാലും ഈത്തപ്പഴവും കൊണ്ടുതരാം. അപ്പോൾ അതോട് കൂടിയിട്ട് ആ ദിവസത്തെ ഫുഡ്, പിന്നെ നമുക്ക് സമയമില്ലല്ലോ കഴിക്കാൻ. സമയം ഉണ്ടെങ്കിൽ പിന്നെ അതും കൂടെ സെറ്റാക്കി തന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ നമ്മളിവിടെ സെറ്റാണ്, ഹാപ്പിയാണ്. ഇനി നമ്മുടെ ക്യാഷിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ പല പാക്കേജിലും പല പല ക്യാഷാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ 14 ദിവസത്തെ പാക്കേജ് ഉണ്ട്, അതേപോലെ തന്നെ 21 ദിവസത്തെ പാക്കേജ് വരുന്നുണ്ട്, പിന്നെ 30 ദിവസത്തെ പാക്കേജ് വരുന്നുണ്ട്, 40 ദിവസത്തെ പാക്കേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് 30 ദിവസത്തെ പാക്കേജാണ് എടുത്തിട്ടുള്ളത്. 30 ദിവസത്തിന് ഞാൻ പറഞ്ഞ 2 മന്ത് മുന്നേ, അല്ല, പ്രഗ്നൻസിയിൽ ഏകദേശം 2 മന്ത് ആയപ്പോഴാണ് നമ്മളിവിടെ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ ബുക്കിംഗ് ടൈമിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു 5K കൊടുത്തിട്ടുണ്ടായിരുന്നു, എമൗണ്ട് ബുക്കിംഗ് ചാർജ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമ്മൾ ഒരു മൊത്തത്തിൽ 60,000 രൂപയാണ് നമുക്ക് 30 ദിവസത്തിന് വരുന്നത്. അപ്പോൾ അത് സെറ്റായില്ലേ. ബാക്കിയുള്ളതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ എല്ലാത്തിൻ്റെ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ അതിൻ്റെ ഫോട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പായിട്ട് കൊടുത്തു വിടാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രസവരക്ഷയിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ 5 ദിവസം കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ പോകണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇവിടെ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ സെറ്റാണ്. കാരണം ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സമാധാനം കിട്ടും. അതാണല്ലോ നമുക്ക് ഒരു മനുഷ്യൻ ജീവിക്കാൻ ഏറ്റവും എന്താ പറയുക, മെയിൻ ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര മൊത്തത്തിൽ നല്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമ്മളിവിടെ സെറ്റാണ്, നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനി 5 ഡേയ്സും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ സുഖവാസം തീരുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എത്രത്തോളം അത് അവതരിപ്പിച്ച് തന്നോന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ വരാൻ ഭയങ്കര മടിയാണ്, മാറ്റി ഒരുങ്ങി സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. ഇങ്ങനെ ഈ വോയിസ് ഓവർ കൊടുത്തപ്പോൾ അത് അങ്ങോട്ട് ശീലമായിട്ടുണ്ട്. ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കണം, നിങ്ങൾ അതെന്നെ അറിയിക്കാം. കാരണം നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ എനിക്കത് നെക്സ്റ്റ് വീഡിയോയിൽ സെറ്റാക്കി തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാല്ലാ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, ഞാൻ ആരെയും നിർബന്ധിക്കണില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ട്